അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂര്യൻ്റെ ചലനത്തെക്കുറിച്ച് പറഞ്ഞു. സൂര്യൻ ചലിക്കുന്നുണ്ടെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു വെച്ചതും വെറും കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം ശാസ്ത്രം അത് പ്രൂവ് ചെയ്തതും നമ്മൾ കമ്പയർ ചെയ്തു. എന്നാൽ ഇനി സൂര്യൻ്റെ ചലനത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ ആദ്യകാലവാദം നമുക്കൊന്ന് പരിശോധിക്കാം. BC 270 അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ദ സൺ ആൻഡ് ദി ഫിക്സഡ് സ്റ്റാർസ് റിമെയിൻ അൺമൂവ്ഡ്. സൂര്യനും കുറച്ച് സ്ഥിര നക്ഷത്രങ്ങളും ചലിക്കാതെ തുടരുന്നു. ഹീലിയോസെൻട്രിസം എന്നാണ് ഈ വാദം അറിയപ്പെടുന്നത്. ഇതായിരുന്നു സൂര്യന്റെ ചലനത്തെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ ആദ്യകാലവാദം. പിന്നീട് 20th സെഞ്ചുറിയിലാണ് ശാസ്ത്രം തങ്ങളുടെ തെറ്റ് തിരുത്തിക്കൊണ്ട് സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നത്. എന്നാൽ അതിനു മുമ്പ് AD 6-ാം നൂറ്റാണ്ടിലാണ് ഖുർആൻ അവതീർണമാകുന്നത്. അന്ന് തന്നെ ഖുർആന് സൂര്യന്റെ ചലനത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ഖുർആൻ എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് നോക്കാം. സൂറത്തുൽ അംബിയ 33-ാമത്തെ ആയത്ത്: വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ വശംസ വൽ ഖമറ കുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. സൂര്യനും ചന്ദ്രനും ഓരോ ഓർബിറ്റുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഇത് ഖുർആൻ പറഞ്ഞു വെക്കുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്ന് ഓർക്കണം. അല്ലെ, അങ്ങനെയല്ലേ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണല്ലോ ഖുർആൻ അവതീർണമാകുന്നത്. ഈ അടുത്തല്ലേ ഇപ്പൊ ശാസ്ത്രം വരെ തെളിയിച്ചത്. ഈ അടുത്ത് ഇപ്പൊ 2015-ലാണല്ലോ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ഒരു പഴയ ഖുർആൻ പതിപ്പെടുത്തിട്ട് റേഡിയോ കാർബൺ ഡേറ്റിംഗ് വഴി അതിന്റെ കാലപ്പഴക്കം പരിശോധിക്കുകയും അതിന് ഏകദേശം 14 നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തത്. എന്നാൽ ഖുർആൻ എന്നത് പറഞ്ഞു വെക്കുമ്പോൾ ആസ്ട്രോളജിയെ കുറിച്ചോ ആസ്ട്രോണമിയെ കുറിച്ചോ മറ്റ് യൂണിവേഴ്സ് ഓർബിറ്റ് ഇതിനെ കുറിച്ചൊന്നും പഠിക്കാനുള്ള ടെക്നോളജി അന്ന് വികസിച്ചിട്ടില്ല. ആ ഒരു കാലത്താണ് ഖുർആൻ അത് പറഞ്ഞു വെക്കുന്നത് എന്ന് ഓർക്കണം. എന്നിട്ടും ഖുർആൻ ഇന്നേ വരെ തിരുത്തേണ്ടി വന്നിട്ടില്ല, അത് തിരുത്തിയിട്ടുമില്ല, മാത്രമല്ല അതിനി തിരുത്തുകയുമില്ല എന്നുള്ളതാണ്. എന്നാൽ ശാസ്ത്രം അങ്ങനെയല്ല. ശാസ്ത്രം ഇതേവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലതും പിന്നീട് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കേവല പഠന പുരോഗതി മാത്രമാണ്. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. ഖുർആനിൽ നമ്മോട് സംസാരിക്കുന്നത്, ഖുർആനിൽ നമ്മോട് അഭിസംബോധന ചെയ്യുന്നത് ഈ ലോകം തന്നെ പടച്ചു പരിപാലിക്കുന്ന അതിന്റെ പ്രൊഡ്യൂസർ, ഈവൻ സയൻസിനെ പോലും പടച്ചു പരിപാലിക്കുന്ന അതിന്റെ സൃഷ്ടാവാണ് നമ്മോട് സംവദിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം.